ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെമോഗ്രഫി എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഡെമോഗ്രഫിക്ക് 2 ബ്രാഞ്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. നമ്മളിപ്പോൾ എടുക്കുന്നത് ഏതാണ്? 9ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി 5th ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യണം? വേഗം പോയിട്ട് ആ വീഡിയോ എല്ലാം കണ്ടിട്ട് പഠിച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ. നമ്മൾ ഡെമോഗ്രഫി എന്താണെന്ന് പറഞ്ഞു. 2 ബ്രാഞ്ചായിട്ട് നമ്മൾ ഡെമോഗ്രഫീനെ തിരിക്കുമെന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ് ആ ബ്രാഞ്ച്? സോഷ്യൽ ഡെമോഗ്രഫി ഉണ്ട്, അതേപോലെ ഫോർമൽ ഡെമോഗ്രഫി ഉണ്ട്. അപ്പോൾ എന്താണ് സോഷ്യൽ ഡെമോഗ്രഫി, എന്താണ് ഫോർമൽ ഡെമോഗ്രഫി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഡെമോഗ്രഫിയിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. Social demography investigates the structure of social demography at its causes and consequences of change. ആ പേര് പോലെ തന്നെ സോഷ്യൽ, ആ സമൂഹത്തിൽ സാമൂഹികപരമായിട്ടുള്ള പോപ്പുലേഷൻ ഡെമോഗ്രഫി, അതിനെപ്പറ്റി അതിൻ്റെ ഘടനയും എല്ലാം പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്? സോഷ്യൽ ഡെമോഗ്രഫി. ആ പേര് പോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ്, സമൂഹത്തിലെ പോപ്പുലേഷൻ കൂടി, പെട്ടെന്ന് അങ്ങ് അവിടെ കൂടി, അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് പോപ്പുലേഷൻ കുറഞ്ഞു, അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊക്കെ പഠിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങൾ പഠിക്കുന്ന ബ്രാഞ്ചാണ് നമ്മുടെ സോഷ്യൽ ഡെമോഗ്രഫി. ഓക്കെ, ഇറ്റ് എംഫസൈസസ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ടേംസ് ഓഫ് എ റീജിയൻ. ഓക്കെ, എന്ന് വെച്ചാൽ ആ സോഷ്യൽ ഡെമോഗ്രഫിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താണ്? ആ ഒരു റീജിയൻ, ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അവിടെയുള്ള സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും, രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ രീതികളും പഠിക്കും നമ്മുടെ സോഷ്യൽ ഡെമോഗ്രഫിയിൽ. ഓക്കെ ആണോ? അപ്പോൾ സോഷ്യൽ ഡെമോഗ്രഫി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് നമ്മുടെ ഫോർമൽ ഡെമോഗ്രഫി. അതിലെന്താണ്? ഇതേപോലെ തന്നെ ഫോർമൽ ഡെമോഗ്രഫിയിൽ നമ്മൾ പോപ്പുലേഷൻ വരുന്ന മാറ്റങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാം, അതിനെന്തൊക്കെ മെഷേഴ്സ് എടുക്കാം എന്നൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്? ഫോർമൽ ഡെമോഗ്രഫി. ഓക്കെ, അനലൈസിസ് എന്ന് വെച്ചാൽ എന്താണ്? അതിനെ പറ്റിയൊക്കെ നിരീക്ഷിക്കുക. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ സെൻസസ് എടുക്കുക എന്നൊക്കെ, അതൊക്കെ ചെയ്യുന്നത് ഈ ഫോർമൽ ഡെമോഗ്രഫിയാണ് കേട്ടോ. അപ്പോൾ സെൻസസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഫോർമൽ ഡെമോഗ്രാഫിക് സ്റ്റഡി. അപ്പോൾ ഈ ഫോർമൽ ഡെമോഗ്രാഫിക്കാരാണ് ഈ പറഞ്ഞ സെൻസസ് ഒക്കെ എടുക്കുന്നത്. ഇറ്റ് കളക്ട്സ് ആൻഡ് അനലൈസസ് ഡാറ്റ ഓൺ പോപ്പുലേഷൻ സൈസ്, ഏജ് സ്ട്രക്ചർ, ജെൻഡർ റേഷ്യോ ആൻഡ് ദി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി കൺട്രി. അവരെന്താണ് ചെയ്യുക? ഈ ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ സൈസിലെ പോപ്പുലേഷൻ എന്തോരുണ്ട്, അതുപോലെ തന്നെ ഏജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വയസ്സ് വരെയുള്ള പിള്ളേർ എന്തോരുണ്ട്, വയസ്സായവരെന്തോരുണ്ട്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തോരുണ്ട്, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കും. അതുപോലെ തന്നെ ഏജ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ജെൻഡർ റേഷ്യോ, എത്ര സ്ത്രീകൾ പുരുഷന്മാരുണ്ട്, അങ്ങനെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ആ ഒരു രാജ്യത്തിൻ്റെ സാമൂഹികപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതി എന്താണ് എന്നൊക്കെ പഠിക്കുന്ന, അവരുടെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് നമ്മുടെ ഫോർമൽ ഡെമോഗ്രഫി. ക്ലിയർ ആണല്ലോ എന്താണ് ഡെമോഗ്രഫിയുടെ 2 ബ്രാഞ്ചസ് എന്നൊക്കെ? ഏതൊക്കെയാണ്? സോഷ്യൽ ഡെമോഗ്രഫിയും ഫോർമൽ ഡെമോഗ്രഫിയും. അതിപ്പോൾ തന്നെ പഠിക്കണേ. അടുത്തതാണ് സെൻസസിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആരാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സെൻസസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ആർ ഹെഡഡ് ബൈ ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഈ സെൻസസ് പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന ആളെ നമ്മൾ പറയും രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്ന് പറയും. നിങ്ങളൊരു ആക്ടിവിറ്റി തരട്ടെ ഞാൻ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറും ആരാണ്? ഒരാൾ തന്നെയാണ്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്നാണ് പറയുക. എന്താണ്?
അതാരാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നു കേട്ടോ. ആരാ ആദ്യം ചെയ്യാൻ നോക്കട്ടെ. ഇന്ത്യ ഹാസ് ദി ലാർജസ്റ്റ് സെൻസസ് ഇൻ ദി വേൾഡ്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന ഒരു രാജ്യമാണ് ഏത്? ഇന്ത്യ. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് അല്ലേ. സെൻസസ് ഈസ് യൂഷ്വലി കണ്ടക്റ്റഡ് വൺസ് ഇൻ 10 years ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 10 കൊല്ലത്തിൽ ഒരിക്കലാണ് എന്ത് നടക്കുന്നത്? സെൻസസ് എടുക്കുന്നത്. 10 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയോ നിങ്ങൾ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ വാസ് ദി സെൻസസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എന്നാണ് നമ്മുടെ ഈ സെൻസസ് പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചത്? എന്നാണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. 1871 1871 ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഏതാണ്? 1871 1871. ഇനി വെൻ വാസ് ദി ലാസ്റ്റ് സെൻസസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ? അവസാനമായി ഇന്ത്യയിൽ സെൻസസ് നടന്ന വർഷം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? 2011 കേട്ടോ. ഏതാണ്? 2011 ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടത്തിയത്. അപ്പം അതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത പേജിൽ 2 നമുക്ക് പഠിക്കാൻ ആവശ്യമല്ലാത്തതാണ്. ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓരോ കൊല്ലത്തിലും നടത്തിയിട്ടുള്ള സെൻസസിൻ്റെ ഒരു കുഞ്ഞൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ പോകുന്ന ഗ്രാഫ്? കണ്ടോ? കൂടിക്കൂടി വരാണ്. ഓക്കെ, അപ്പോൾ ഓരോ കൊല്ലത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടി വരികയാണെന്നാണ് ആ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതൊന്ന് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഇപ്പം ഞാനത് പറയുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് എക്സ്ട്രാ പോയിന്റുകളാണല്ലോ. അപ്പം ഞാൻ ഇപ്പം അത് പറയുന്നില്ല. നിങ്ങൾക്കത് പറഞ്ഞു തരണം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഡെമോഗ്രഫിയുടെ ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ? സൂചികകൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഡെമോഗ്രഫി എന്ന് പറഞ്ഞ പഠനത്തിന് ഇതെല്ലാം അത്യാവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലാണ്, ഇതിനെ പറ്റിയൊക്കെ പഠിച്ചാലാണ് ഡെമോഗ്രഫി മുന്നോട്ട് പോവുക. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം. എക്സാമിന് ഇത് ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 7 എണ്ണമാണ് കേട്ടോ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? മൈഗ്രേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണല്ലേ മൈഗ്രേഷനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം അതെന്നെയാണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ 7 എണ്ണവും എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് അതെന്ന് നമുക്ക് ആദ്യം ഹെഡിങ് മാത്രം പഠിക്കാം. 1 മൈഗ്രേഷൻ, രണ്ടാമത്തെ എന്താണ്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഫീമെയിൽ മെയിൽ റേഷ്യോ, അതേപോലെ തന്നെ ചൈൽഡ് സെക്സ് റേഷ്യോ, അതേപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി, ഏജ് സ്ട്രക്ചർ, ഡിപ്പെൻഡൻസി റേഷ്യോ. പേരൊക്കെ വേഗം പഠിച്ചേ. ഏതൊക്കെയാണ്? മൈഗ്രേഷൻ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഫീമെയിൽ മെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ. അതേപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ എത്ര കാലയളവ് ജീവിക്കും മനുഷ്യൻ. അപ്പം അതൊക്കെ ഓരോ സ്ഥലത്തും അത് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോ സ്റ്റേറ്റിലും അത് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ലൈഫ് എക്സ്പെക്റ്റൻസി, ഏജ് സ്ട്രക്ചർ, ഡിപ്പെൻഡൻസി റേഷ്യോ. ഡിപ്പെൻഡൻസി റേഷ്യോ എന്താണെന്ന് ഞാൻ പറഞ്ഞേ. ഇപ്പം വയസ്സായ ആളുകളെ, ഫോർ സപ്പോസ് വയസ്സായ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ മിഡിൽ ഏജ്ഡ് ആളുകളെ. അപ്പം അതൊക്കെ ഡിപ്പെൻഡൻസി. അപ്പോൾ ഒരു സ്ഥലത്ത് വയസ്സായ ആളുകൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിപ്പെൻഡൻസി റേറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി റേഷ്യോ കൂടുതലാണെന്ന് പറയാം. അപ്പം ഇതെല്ലാതും തന്നെ നമ്മുടെ ഡെമോഗ്രഫിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പം ഇപ്പം നമ്മൾ പഠിച്ച ഈ 7 എണ്ണവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഒന്നാമത്തെയാണ് മൈഗ്രേഷൻ. പഠിക്കാം മൈഗ്രേഷനെ പറ്റിയിട്ട്. അപ്പോൾ ഈ 7 എണ്ണവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലേ. നമുക്ക് ആദ്യം മൈഗ്രേഷനെ പറ്റി പഠിക്കാം. അപ്പം നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പോയം ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കത് ആദ്യം ഒന്ന് വായിക്കാം. ജനിച്ച നാട് വിട്ടകലെ ആസാമിൽ പണിക്ക് പോകുന്ന പരിശകൾ നമ്മൾ. കുതിച്ചു തീവണ്ടി കിതച്ച് പായുന്നു, തിരയടിക്കും താഴ്വരയും പാടവും. അപ്പം ആസാം പണിക്കാർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഒരു കവിതയാണ് കേട്ടോ തന്നിരിക്കുന്നത്. അപ്പം ഇതിൽ എന്താ നിങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായത്? ഇൻ ദിസ് പോയം വൈലോപ്പിള്ളി refers to the people from Kerala
who went to Assam in search of work during the Second World War. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ആസാമിലോട്ട് പണിക്ക് പോയിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ടാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ഈ ഒരു കവിതയിൽ പറയുന്നത് എന്നാണ് ഇവിടെ പറയാം. ഓക്കെ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് പീപ്പിൾ ഓഫ് കേരള. അപ്പം ഇതിന് എന്ത് മനസ്സിലായി? കേരളത്തിലെ ജനങ്ങൾ ആസാമിലോട്ട് പണിക്ക് പോയിരുന്നു അല്ലേ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത്. അപ്പം അത് ഏതൊരു കൊല്ലത്തിലായിരിക്കും? 1941 നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ആസാമിലോട്ട് പണിക്ക് പോയിരുന്നു. ഇപ്പം എന്താ നടക്കുന്നേ? നേരെ തിരിച്ച് സംഭവിച്ചു തുടങ്ങിയില്ലേ. കറൻ്റ്ലി പീപ്പിൾ ആർ കമ്മിങ് ടു കേരള ഫ്രം ആസാം ആൻഡ് അതർ സ്റ്റേറ്റ്സ്. ഇപ്പോൾ ആസാമിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ കേരളത്തിലോട്ടാണ് പണിക്ക് വരുന്നത്. കാലം മാറിയില്ലേ. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അടുത്ത പേജ് നമുക്ക് നോക്കാം. ഇനി അവിടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വായിച്ച് നോക്കിയേ. കേരള കോൾസ് ഫോറിൻ വർക്കേഴ്സ് ഗസ്റ്റ് വർക്കേഴ്സ് ആൻഡ് ദ വേൾഡ് അപ്ലോഡ്സ്. ഇൻ കേരള a new word is used to refer to migrant workers as guest workers. ഓക്കെ, ഒരിക്കൽ നമ്മുടെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ളൊരു ന്യൂസ് ആണല്ലേ ഇത്. നമുക്കറിയാം എന്താണ്, നമ്മുടെ കേരളത്തിലോട്ട് പണിയെടുക്കാൻ വരുന്ന അതിഥി തൊഴിലാളികൾ എന്നല്ല നമ്മൾ വിളിക്കുക അവരെ. വെറും തൊഴിലാളികൾ എന്നല്ല, അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കണേ അല്ലേ. അപ്പോൾ അതെല്ലാം ആ വാർത്തയൊക്കെ ലോകമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു കരുതലും അവരോടുള്ള കരുതലാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പം എന്താ പറയുക, യു ഹാവ് നോട്ടീസ് ദ ഗിവൻ ന്യൂസ് റിപ്പോർട്ട്. ഹാവ് യു എവർ ഹേർഡ് ദ ടേം ഗസ്റ്റ് വർക്കേഴ്സ് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഗസ്റ്റ് വർക്കേഴ്സ്, അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? യെസ്, ഗസ്റ്റ് വർക്കേഴ്സ് ഹാവ് ബിക്കം എ പാർട്ട് ഓഫ് ദി കേരള സൊസൈറ്റി ടുഡേ അല്ലേ. ഇന്ന് കേരളത്തിലെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണല്ലേ ഈ പറഞ്ഞ ഗസ്റ്റ് വർക്കേഴ്സ്. ടുഡേ there are guest workers in every sector irrespective of urban or rural area. എന്ന് വെച്ചാൽ ഇന്ന് എല്ലാ ഭാഗത്തും എല്ലാ സെക്ടേഴ്സിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നഗരങ്ങളിലായാലും ഗ്രാമങ്ങളായാലും നമുക്ക് എല്ലായിടത്തും ഈ പറഞ്ഞ ഗസ്റ്റ് വർക്കേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാട്ട് മൈറ്റ് ബി ദ റീസൺസ് ഫോർ ദിയർ മൈഗ്രേഷൻ ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എന്ത് കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവർ വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ നമ്മുടെ കേരളത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു വന്നത് ജോലിക്കായിട്ട്? അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. കുറച്ച് പോയിന്റ്സ് നമുക്ക് എഴുതാം. 2 അവർ തന്നിട്ടുണ്ട്. ബെറ്റർ ഇൻകം അല്ലേ, അവിടെ കിട്ടുന്ന കാശിനേക്കാളും അധികമായിട്ട് ഇവിടെ അതേ ജോലി ചെയ്താൽ കിട്ടുന്നുണ്ടായിരിക്കാം. അതാണ് ഒന്നാമത്തെ കാരണം, ബെറ്റർ ഇൻകം. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹത്തിലെ അവരുടെ എന്താ പറയുക നിലയൊക്കെ ഉയരുന്നുണ്ട്, അതൊരു കാരണമാണ്. ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്. മൂന്നാമത്തെ നമുക്ക് ഇവിടെ കുറച്ച് സുരക്ഷിതത്വം ഉണ്ട്, സെക്യൂർ ആണ്, സെക്യൂരിറ്റി. മൂന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് സെക്യൂരിറ്റി എഴുതാം. പിന്നെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവിടെ അവരുണ്ടായിരുന്ന അവരുടെ ജീവിത നിലവാരത്തിനേക്കാളും കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുമ്പം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരുന്നുണ്ട്. അപ്പോൾ അതൊരു കാരണമാണ്. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ അവിടെ എഴുതി വെക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താണെന്നറിയോ? എന്താണ് മൈഗ്രേഷൻ എന്ന് പറയുകയാണേ. മൈഗ്രേഷൻ എന്താണ്? മൈഗ്രേഷൻ ഈസ് ദി പെർമനൻറ്റ് ഓർ ടെമ്പററി സെറ്റിൽമെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. എന്താണ് മൈഗ്രേഷൻ എന്ന് ചോദിച്ച് നിങ്ങളിത് എഴുതി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഓക്കെ, മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലോട്ട് ആളുകൾ പോകുന്നതിനെ പറയുന്നതാണ് മൈഗ്രേഷൻ. അത് ചിലപ്പം പെർമനൻ്റ് ആവാം, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവാം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവാം. അതിനെ നമ്മൾ എന്ത് പറയും? മൈഗ്രേഷൻ എന്ന് പറയും. അപ്പം എന്താ മൈഗ്രേഷൻ എന്ന് മനസ്സിലായില്ലേ? മൈഗ്രേഷൻ ഈസ് ദി പെർമനൻറ്റ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട്, ഓർ ടെമ്പററി എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള സെറ്റിൽമെൻറ്റ്. സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? താമസിക്കുക അല്ലേ. ഓഫ് പീപ്പിൾ ഫ്രം എവിടെ നിന്ന്? ഒരു ഭാഗത്തു നിന്ന്, ഒരു റീജിയനിൽ നിന്ന് വേറൊരു സ്ഥലത്തിലോട്ട്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഡെമോഗ്രഫി പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ 2 ടൈപ്പായിട്ട് നമുക്ക് ഡെമോഗ്രഫീനെ തരംതിരിക്കാമെന്ന്. അതേപോലെ തന്നെ മൈഗ്രേഷനും 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്?
ഇന്റേണൽ മൈഗ്രേഷനുണ്ട്, ഇന്റർനാഷണൽ മൈഗ്രേഷനുണ്ട്. ഇന്റേണൽ മൈഗ്രേഷനുണ്ട്, ഇന്റർനാഷണൽ ഉണ്ട്. ഇനി അതെന്താന്ന് പഠിക്കണം. ഓക്കെ, പഠിക്കാം. ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ മൈഗ്രേഷൻ വിതിൻ എ കൺട്രീസ് ബോർഡർ ഈസ് കോൾഡ് ഇന്റേണൽ മൈഗ്രേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എടുത്തോ എക്സാമ്പിൾ ആയിട്ട് കേട്ടോ. നമ്മൾ ഇന്ത്യയുടെ അകത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാണ്, പോവാണ്. അതിനെന്താ പറയുക നമ്മൾ? ഇന്റേണൽ മൈഗ്രേഷൻ. പക്ഷെ ഇന്ത്യ വിട്ട് പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് മാറി, അല്ലെങ്കിൽ എന്താ പറയുക തമിഴ്നാട്ടിലോട്ട് മാറി. അപ്പം ഞാൻ എന്ത് ചെയ്തു? കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു? മൈഗ്രേറ്റ് ചെയ്തു. പക്ഷേ ഇന്ത്യ വിട്ട് പോയിട്ടുണ്ടോ? ഇല്ല. അത് ഇന്റേണൽ മൈഗ്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് കമ്മിങ് ടു കേരള ആർ എക്സാമ്പിൾസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ. കേരളത്തിലെ ജനങ്ങൾ വേറെ സ്റ്റേറ്റുകളിലോട്ട് ജോലിക്ക് വേണ്ടി പോകുന്നതും അതുപോലെ തന്നെ വേറെ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കേരളത്തിലോട്ട് ജോലിക്ക് വേണ്ടി വരുന്നതും എല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇന്റേണൽ മൈഗ്രേഷന് എക്സാമ്പിൾ ആണ്. ഇന്റേണൽ മൈഗ്രേഷൻ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇന്റർനാഷണൽ മൈഗ്രേഷൻ? മൈഗ്രേഷൻ അക്രോസ് കൺട്രി ബോർഡേഴ്സ് ഈസ് ജനറലി കോൾഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ വിട്ട് നമ്മൾ വേറൊരു കൺട്രി, വേറൊരു രാജ്യത്തിലോട്ട് പോവാണ് എന്ന് വെക്കുക. അതാണ് എന്ത്? ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ഫോർ എക്സാമ്പിൾ, ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം ഇന്ത്യ ടു ഗൾഫ് കൺട്രീസ് ആൻഡ് യൂറോപ്യൻ കൺട്രീസ്. അല്ലേ, നമ്മളിപ്പം ഗൾഫിലോട്ടും ഗൾഫ് രാജ്യങ്ങളിലോട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് UK പോവില്ലേ. അപ്പം അതൊക്കെ എന്താണ്? ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ 2 തരം മൈഗ്രേഷൻ ഉണ്ട്. അതെന്താണെന്നൊക്കെ പഠിച്ചു. നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷനും ഈ എക്സാമ്പിളും എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി മൈഗ്രേഷൻ ചേഞ്ചസ് ദി പോപ്പുലേഷൻ സ്ട്രക്ചർ ഓഫ് ആൻ ഏരിയ. ഒരു സ്ഥലത്തിൻ്റെ എന്താണ് അവിടുത്തെ ജനസംഖ്യയുടെ ഘടന ആര് മാറ്റും? ഈ മൈഗ്രേഷൻ കാരണം മാറുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഡെമോഗ്രഫിയുടെ ഇൻഡിക്കേറ്റേഴ്സിലെ ഒരെണ്ണമായി മൈഗ്രേഷൻ മാറിയത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്തോട്ട് നമ്മൾ പോകുമ്പം ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? പോപ്പുലേഷൻ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ മാറുന്നുണ്ട്. അപ്പം മൈഗ്രേഷൻ പോപ്പുലേഷൻ മാറുന്നതിന് ഒരു കാരണമാണ്. ഓക്കെ ആണോ? ഇപ്പോൾ ഇവിടെ വരെ മനസ്സിലായില്ലേ? ഇതുവരെ അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് വേണം പഠിച്ചിട്ട് വരണം. അപ്പം ബാക്കി അടുത്ത ക്ലാസ്സിലും പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് വീഡിയോ കണ്ട് പഠിച്ചോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.